ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എല്ലായിടത്തും ഞാൻ ആദ്യം തന്നെ സോറി പറയുകയാണ്. പിന്നെ എനിക്ക് എടുത്തു പറയാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായത്, അതായത് എനിക്കിപ്പോഴും ഒരു വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ അത് എവിടാ പുള്ളിക്കാരത്തി രേണു ചേച്ചിയുടെ കാര്യത്തിലാണ്. അന്ന് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ഹൈജീനിൻ്റെ പ്രശ്നം. അപ്പോൾ എനിക്ക് ആ ഒരു പെയിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും വിഷമമുണ്ട്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ട്. എനിക്കൊരു പ്രശ്നമില്ല, അത് ഞാൻ അതൊക്കെ അപ്പോഴേ മറന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയായില്ലേ അവളങ്ങനെ പറഞ്ഞോണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര, അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര, ഞാൻ പറയട്ടെ, ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര കുറ്റബോധം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ രേണു ചേച്ചിയാണ്. പിന്നെ നന്ദി പറയുകയാണെങ്കിലും അതും എല്ലാവരുടെയും കാര്യത്തിൽ നന്ദിയാണ്. കാരണം ആരും സ്നേഹിച്ചിട്ടില്ല എന്ന് ഞാൻ പറയില്ല, എല്ലാവരും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വഴക്കിൻ്റെയും നമ്മളോരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് എല്ലാവർക്കും ദേഷ്യങ്ങൾ വരുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം, ഞാൻ പിണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി മിണ്ടുന്നൊരു സ്വഭാവം എനിക്കില്ല. പറഞ്ഞ് അത് ഞാൻ എന്താ പറയണ്ടേ, ഒത്തുതീർപ്പാക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഇല്ല. പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വേദന തന്നെയാണ്. പിന്നെ എനിക്ക് അവിടുത്തെ അഭിനയിച്ച് നിൽക്കാനും എനിക്കറിയില്ല. ആ പിണക്കാണെങ്കിൽ പിണക്ക് തന്നെ കാണിക്കും. പിന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ ഗെയിം ടാസ്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഗെയിം ചെയ്യുകയാണെങ്കിലോ ഗെയിം നടക്കുന്ന സമയത്ത് മാത്രമാണ് ഞാൻ അങ്ങനെ മിണ്ടുന്നത്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഞാനാണ് അങ്ങനെ പോയി മിണ്ടാത്ത ഒരാൾ. അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും അടുത്തൊരു ദേഷ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതങ്ങനെ ചെയ്യാത്ത കാരണം എന്ന് വെച്ചാൽ ഞാൻ പണ്ടേ അങ്ങനെയാണ്. ഞാൻ അങ്ങോട്ട് പോയി മിണ്ടുന്നൊരു സ്വഭാവം ഇല്ല. മനസ്സിൽ ഒന്ന് വെച്ചിട്ട് പുറമെ ഇങ്ങനെ അഭിനയിച്ച് നിൽക്കാൻ എനിക്ക് അറിയില്ല. അല്ല പറയട്ടെ. അപ്പോൾ എനിക്ക് നന്ദി, എല്ലായിടത്തും നന്ദി മാത്രമേ പറയുള്ളൂ. എല്ലാവരും സ്നേഹിച്ചിട്ടുണ്ട്, ഞാനും തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. പിന്നെ എനിക്കിവിടെ വന്നപ്പോൾ ഇപ്പോൾ ശൈത്യയായിരുന്നു എനിക്ക് നല്ലൊരു ഫ്രണ്ടായിരുന്നേ. ശൈത്യ പോയതിന് ശേഷം ശൈത്യ ഉണ്ടായ സമയത്തും എനിക്ക് ആദിലയും നൂറയും ഇപ്പോഴും ഞങ്ങൾ എത്ര വഴക്ക്, നമ്മൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. എന്നാലും ഞാൻ മിണ്ടുന്നതിന് മുന്നേ അവരാണ് എൻ്റെ കൂടെ ഇപ്പോഴും പുറകെ നടന്ന് മിണ്ടുന്നതും എൻ്റെ കൂടെ സ്നേഹത്തിൽ നിൽക്കുന്നതും പിന്നെ എന്താ പറയണ്ടേ, എന്നെ മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്നതും. എന്ത് പ്രശ്നം വന്നാലും മാറിയിരുന്നാലും കണ്ടുപിടിച്ച് എന്നെ എപ്പോഴും മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് ആദിലയും നൂറയും. അപ്പം അവർ തന്നെ എനിക്ക് കൂടുതൽ നന്ദി പറയണ്ടേ. പിന്നെ നന്ദി പറയാനാണെങ്കിൽ പിന്നെ വേറെ ടീംസ് ഉണ്ട്. നമ്മുടെ ഒനിലേട്ടൻ, ഈ ഒരു അവസരം പറയാം, ഒനിലേട്ടനും അബി. താങ്ക് യു.